നമസ്കാരം. പ്രധാനമന്ത്രിയായതു മുതൽ നരേന്ദ്രമോദി നേരിടേണ്ടി വന്ന പരിഹാസങ്ങളും വിദ്വേഷ പരാമർശങ്ങളും തുടരുകയാണ്. അതിൽ അവസാനത്തേതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്ന് ഉയർന്നു വന്നത്. തന്നെ സാറെന്ന് അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അനുമതി തേടിയെന്ന ഏകപക്ഷീയ പ്രസ്താവന ഇന്ത്യ തള്ളിക്കളഞ്ഞതായിട്ടും ചിലർക്ക് ട്രംപിലാണ് പൂർണ്ണ വിശ്വാസം. തൽക്കാലം ഇത്തരക്കാരുടെ രോഗനിർണയം സാധ്യമാണെങ്കിലും നിലവിൽ ചികിത്സ കൊണ്ട് രോഗമുക്തി സാധ്യമല്ലാത്തതിനാൽ അവജ്ഞയോടെ തള്ളുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് ചരിത്രത്തിൽ പോലുമില്ലാത്ത തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്തിറങ്ങുന്നത് എന്തുകൊണ്ട് എന്നാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് പിന്നിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നതിന്റെ ആവശ്യകത ഈ വീഡിയോ ലളിതമായി വ്യക്തമാക്കി തരും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക. ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്തുക. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. ലോകത്തെ ഏറ്റവും ശക്തരായ രാഷ്ട്രമാണ് അമേരിക്ക. അതിന്റെ കരുത്തുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ നിരവധി മേഖലകളിൽ ദുർബലരാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തിയ സമയം ട്രംപ് US പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച ബന്ധമായിരുന്നു. നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും വളരെ അടുത്ത സൗഹൃദമാണ് പുലർത്തിയിരുന്നത്. ഇത് ഇരു രാഷ്ട്രങ്ങൾക്കും മികച്ച അവസരങ്ങൾ കൈവരിക്കാനും ഇടയാക്കിയിരുന്നു. പറഞ്ഞു വരുന്നത് ആ സൗഹൃദത്തിന് ഇളക്കം തട്ടുന്നതിലേക്കാണ്. അന്താരാഷ്ട്ര വിനിമയം ഡോളറിലായതിനാൽ അമേരിക്ക എന്നും ധനികരായിരുന്നു. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യ നിക്ഷേപിച്ച അമേരിക്കൻ ബോണ്ട് നിക്ഷേപം അമേരിക്ക പിടിച്ചെടുത്തതോടെയാണ് ഇന്ത്യ അപകടം തിരിച്ചറിഞ്ഞത്. കാരണം നമ്മൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളുടെ തുക അമേരിക്കൻ ബോണ്ടുകളിലാക്കി ആ രാജ്യത്തു തന്നെ നിക്ഷേപിക്കുന്നതായിരുന്നു പതിവ്. റഷ്യക്ക് കിട്ടിയ ചതി നാളെ ഏതൊരു രാജ്യത്തിനും സംഭവിക്കാമെന്ന തിരിച്ചറിവിലാണ് പതിയെ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അമേരിക്കൻ ബോണ്ടുകളിൽ നിന്നും നിക്ഷേപം പിൻവലിച്ച് സ്വർണത്തിലേക്ക് നിക്ഷേപം മാറ്റിയത്. ഇത് US-ന്റെ സാമ്പത്തിക രംഗത്തെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. റഷ്യയുമായി ഇന്ത്യ എണ്ണ വ്യാപാരം നടത്തുന്നത് ഡോളറിലല്ല, മറിച്ച് രൂപയിലും റൂബിളിലുമാണ്. ഇത് ചെറിയ തിരിച്ചടിയൊന്നുമല്ല ഡോളറിന് നൽകുന്നത്. നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു വീണാൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകരും. ഇത് രാജ്യത്തിന്റെ പതനത്തിന് വഴിവെക്കും. ഈ ഒരേ ഒരു ലക്ഷ്യത്തിലാണ് അമേരിക്ക ഭീമമായ തീരുവ ചുമത്തൽ നീക്കം നടത്തുന്നത്. ശക്തമായ ഭരണകൂടമുള്ള രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നുമല്ല. IMF-ന്റെ വിലയിരുത്തൽ അനുസരിച്ച് വെറും 1.5 വർഷത്തിനകം ഭാരതം ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് പറയുന്നത്. നോമിനൽ GDP പ്രകാരം ലോകത്തെ ഏറ്റവും വേഗമേറിയ വളർച്ചാ നിരക്കാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം നിലനിർത്തുന്നത്. ഇതിന് ഒരേ ഒരു കാരണം മാത്രമാണുള്ളത്: സുശക്തമായ ഭരണ സംവിധാനം. നമ്മുടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെടുന്നതിന്റെ ആദ്യ കാരണവും ഈ സാമ്പത്തിക സുസ്ഥിരത തന്നെയാണ്. ഇത് തകർക്കാനാണ് ഇപ്പോൾ തീരുവ 500% വർദ്ധിപ്പിക്കുന്നതിലേക്ക് അമേരിക്കയെ നിർബന്ധിതമാക്കുന്നത്. പിന്നെ രാജ്യത്തെ പ്രക്ഷോഭങ്ങളിലേക്കും കലാപങ്ങളിലേക്കും നയിക്കാൻ ശേഷിയുള്ള ഒന്നാണ് ആ രാജ്യത്തെ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും. നിലവിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കാൻ പോലും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഡീപ് സ്റ്റേറ്റ് ഈ രാജ്യത്തെ ഭരണം അട്ടിമറിക്കുമായിരുന്നു. രാജ്യത്തിനകത്ത് ഇത്രയും അധികം ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുണ്ടായ കാലം ചരിത്രത്തിലുണ്ടായിട്ടില്ല. കർഷക സമരം, JNU അടക്കമുള്ള വിദ്യാർത്ഥികളുടെ വിഘടനവാദത്തിലൂന്നിയ കലാപങ്ങൾ എല്ലാം ഇവിടെ പരിശോധിക്കാവുന്നതാണ്. പിന്നെയുള്ളത് വെനസ്വേലയിൽ പ്രസിഡന്റിനെയും ഭാര്യയെയും തൂക്കിയെടുത്തതുപോലെ US സൈന്യം നരേന്ദ്രമോദിയെ തട്ടിക്കൊണ്ടുപോകുമെന്ന പരാമർശങ്ങളാണ്. ഇത്തരം ആശകൾ വഹിച്ചു നടക്കുന്നവരോടാണ് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ അയൽരാജ്യങ്ങളായ ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ ഇവിടെയൊക്കെ ആഭ്യന്തര കലാപത്തിന്റെ അയ്യര് കളിയായിരുന്നു. പക്ഷേ ഈ മണ്ണിൽ അങ്ങനെ ഒരു കളിക്ക് ഒരുത്തനും മുതിരാതിരിക്കാൻ കാരണം ആ സൈന്യത്തിന്റെ ശക്തി അറിയുന്നത് കൊണ്ട് തന്നെയാണ്. 1947 സൈന്യമല്ല 2026 ഭാരതത്തിനുള്ളത്. 1947 ഈ ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുത്തനും ഈ മണ്ണിന്റെ മേലെ കത്തിവെക്കില്ലായിരുന്നു. ഇപ്പോൾ കാലം ഒരുപാട് മാറി. ഒന്നുകൂടി പറഞ്ഞു നിർത്താം. അമേരിക്കൻ മംദാനി പ്രേമം പുലർത്തുന്നവരോടാണ് ഒരു ആണവായുധ രാജ്യത്ത് കയറി അവരെ അടിച്ചു ചുരുട്ടി കയ്യിൽ കൊടുത്ത ഒരു രാജ്യമുണ്ട് ലോകത്ത്. ഒരേ ഒരു രാജ്യം. അത് അമേരിക്കയല്ല, നമ്മുടെ ഭാരതമാണ്. ഡൽഹി കലാപത്തിൽ ജയിലിൽ കിടക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മംദാനി ഫാൻസുകാരും ഓർക്കണം, വിഘടനവാദം അമേരിക്കയിൽ നടക്കും, തൽക്കാലം ഇവിടെ നടപ്പാകില്ല. മതവും കക്ഷി രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച് ചിന്തിക്കുക. സ്വസ്ഥമായി ജീവിക്കുകയാണോ അതോ
അരക്ഷിതമായ സാഹചര്യത്തിൽ പ്രാണരക്ഷാർത്ഥം അലയുന്നതാണോ അഭികാമ്യം? ആദ്യത്തേതിനാണ് പ്രാമുഖ്യം നൽകുന്നതെങ്കിൽ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുക. കാരണം US പ്രസിഡന്റിനെ ആത്മമിത്രമായി കിട്ടിയിട്ടും ഭാരതത്തിന് പ്രാമുഖ്യം കൊടുത്ത് ആ സൗഹൃദം ബലി കഴിപ്പിച്ച ആ വ്യക്തിയുടെ കയ്യിൽ രാജ്യവും ജനങ്ങളും സുരക്ഷിതരാണ്. സ്റ്റാൻഡ് വിത്ത് മോദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.